ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഓൺലൈൻ വീഡിയോയിലൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് അടിയനെ ശക്തീകരിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ ദൂത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനത്തിൽ നിന്നും ഒരു വാക്യം ഞാൻ വായിക്കുന്നു. 30-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യം. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിനും തന്നെ എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഓ ലോർഡ് മൈ ഗോഡ്, ഐ വിൽ ഗിവ് താങ്ക്സ് ടു യു ഫോർ എവർ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് ദൈവമേ സ്തോത്രം. ഈ രാവിലെ സമയം ഈ വചനം അനുഗ്രഹകരമായ രീതിയിൽ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം അടിയനെ സഹായിക്കണം. ഈ ദൂത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും ദൈവമേ, ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ ദൈവമേ നീ അനുഗ്രഹിക്കുമാറാകണമേ, ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഭക്തനായ ദാവീദ് പാടിയ ഒരു സങ്കീർത്തനമാണ് 30-ാം സങ്കീർത്തനം. 30-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഒറ്റ കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അത് മറ്റൊന്നുമല്ല, ദൈവത്തിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ നന്മ പ്രാപിച്ച, വിടുതൽ പ്രാപിച്ച, സൗഖ്യം പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതാണ്, ദൈവത്തെ സ്തുതിക്കണമെന്നുള്ളതാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ളതാണ്. ഇവിടെ ദാവീദിന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതിൽ എപ്പോഴും ദാവീദ് മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് പരിസരം മറന്ന് ദാവീദ് ദൈവത്തെ സ്തുതിക്കുവാൻ താല്പര്യപ്പെട്ടു വന്നു. അതുകൊണ്ട് ഈ സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ 3 കാരണങ്ങളാൽ ഭക്തൻ ദൈവത്തെ സ്തുതിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 3 കാരണങ്ങൾ വളരെ വേഗത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞ് എൻ്റെ വാക്കുകളെ നിർത്തുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ഭക്തൻ ദൈവത്തെ സ്തുതിക്കുവാനുള്ള കാരണം നാം വായിച്ചു കേട്ട സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവമേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. ദാവീദ് ഇവിടെ പാടുകയാണ്, ദൈവമേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. ബൈബിളിലെ മറ്റ് ഭാഷാന്തരങ്ങളിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ദൈവമേ, ഞാൻ നിന്നെ പ്രകീർത്തിക്കുന്നു, നീ എന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കും ദൈവത്തെ സ്തുതിപ്പാൻ വകയുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ, അനേക സന്ദർഭങ്ങളിൽ നമ്മുടെ പാപത്തിൽ നാം വീണുപോകാമായിരുന്ന, ഉടഞ്ഞു പോകാമായിരുന്ന, നശിച്ചു പോകാമായിരുന്ന, ക്ഷീണിച്ചു പോകാമായിരുന്ന ഒത്തിരി സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നതാണ്. എന്നാൽ അവിടെ നിന്ന് കരുണാസമ്പന്നനായ ദൈവം നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ പാപത്തെ ക്ഷമിച്ച് അവരുടെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് ഈ ലോകത്തിൽ നമ്മളെ ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ ആക്കിയിരിക്കുക. ആ രക്ഷയോർത്ത് ഈ ദിവസത്തിൽ നാം ദൈവത്തെ സ്തുതിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മുമ്പ് നാം ആയിരുന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനോ ദൈവത്തെ അന്വേഷിപ്പാനോ സാധ്യമായിരുന്നില്ല. അതിന് കാരണം നാം പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും വകയുണ്ട്. കാരണം അവൻ നമ്മെ രക്ഷിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ലോകപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവത്തെ അന്വേഷിപ്പാനോ ദൈവത്തെ ആരാധിപ്പാനോ സാധിക്കത്തില്ല. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം
അവന് ഏതു സമയവും ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനം 34 ആമേൻ ദാവീദ് ഇപ്രകാരം പാടി, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ആമേൻ, ദൈവത്തെക്കുറിച്ചുള്ള സ്തുതി നിന്റെ നാവിന്മേൽ ഹല്ലേലൂയ എല്ലാ സമയത്തും എല്ലാ കാലത്തും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നീ പരാജയപ്പെട്ടു പോകത്തില്ല. നിന്റെ തലമുറ പരാജയപ്പെട്ടു പോകത്തില്ല. നിന്റെ ഭവനം പരാജയപ്പെട്ടു പോകത്തില്ല. അതുകൊണ്ട് ലഭിക്കുന്ന ആയുസ്, ലഭിക്കുന്ന അവസരം ദൈവവേദനയിലെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നാം സമയം കണ്ടെത്തണം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഇപ്പോൾ ഈ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയുടെ നാളുകളിലും ഈ പ്രയാസത്തിന്റെ കാലഘട്ടത്തിലും സ്തോത്രം ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ആമേൻ ആമേൻ ഇടയാകുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, ഈ പ്രതിസന്ധി അതിശയകരമായ രീതിയിൽ മറികടക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഭക്തനായ ദാവീദ് പാടുകയാണ്, യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. കാരണം ദാവീദിനെ ദൈവം രക്ഷിച്ചത് ആയതുകൊണ്ട്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. രണ്ടാമതായിട്ട് ആമേൻ ഭക്തനായ ദാവീദ് ദൈവത്തെ സ്തുതിക്കുവാനുള്ള കാരണം, ആമേൻ, വായിച്ചു കേട്ട സങ്കീർത്തനത്തിന്റെ തന്നെ 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. ദാവീദ് ഇവിടെ പാടുകയാണ്, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ആമേൻ, നമ്മുടെ അവകാശമാണ് രോഗസൗഖ്യം. അതായത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ് രോഗസൗഖ്യം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ശൂർ മരുഭൂമിയിൽ എത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചു. അവർ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ ദൈവം മോശയെ നോക്കി, ഇസ്രായേൽ മക്കളെ നോക്കി ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നവനായ യഹോവയാകുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ, നമുക്കുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ആമേൻ രോഗസൗഖ്യം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഈ ദിവസങ്ങളിൽ COVID-19 ആമേൻ എന്ന വൈറസിന്റെ പിടിയിൽ അമർന്ന് നീ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, ജീവിതത്തിന്റെ മറ്റ് ഏതെങ്കിലും രോഗത്താൽ നീ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം വളരെ ശക്തമായി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് ഞാൻ പറയട്ടെ, വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ വിശ്വസിക്ക്. ഹല്ലേലൂയ, അവൻ നിന്നെ സൗഖ്യമാക്കുവാൻ മതിയായ ദൈവം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 20 പറയുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവം ആമേൻ ഹല്ലേലൂയ ആമേൻ അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്, ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവന്റെ വാഗ്ദത്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെങ്കിൽ സ്തോത്രം, അവൻ നമ്മയും സൗഖ്യമാക്കുന്നവനായ ദൈവമാണ്. ഇവിടെ ദാവീദ് പാടുകയാണ്, സ്തോത്രം, എന്റെ നിലവിളിയുടെ മുമ്പിൽ ദൈവം എന്നെ രക്ഷിച്ചു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഞാൻ എന്നേക്കും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഭക്തനായ ദാവീദ് മൂന്നാമതായിട്ട് ദൈവത്തെ സ്തുതിക്കുവാനുള്ള കാരണം 30-ാം സങ്കീർത്തനത്തിന്റെ തന്നെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് നീ എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കറിയാം ദാവീദിന്റെ ജീവിതത്തിൽ ഒത്തിരി വേദനയും വിലാപവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ ദാവീദിന്റെ വിലാപത്തെ മാറ്റി ഹല്ലേലൂയ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം സന്തോഷം കൊടുത്തു എങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം വേദനയുടെയും വിലാപത്തിന്റെയും പ്രയാസത്തിന്റെയും ആമേൻ നാളുകളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്, യാത്ര ചെയ്യുന്നത്. എന്നാൽ ഇത്തരം സാഹചര്യത്തിന്റെ നടുവിൽ ഒരു കാര്യം പ്രിയമുള്ളവരെ നാം ആമേൻ ഓർക്കണം. ഹല്ലേലൂയ, അതെന്താണെന്ന് ചോദിച്ചാൽ ആമേൻ ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ, ഈ പ്രയാസത്തിന്റെ നാളിൽ, ഈ പ്രതികൂലത്തിന്റെ നാളുകളിൽ ദൈവം നമ്മെ തകർത്ത് കളയുന്നവനല്ല, ദൈവം നമ്മെ ഉടച്ചു കളയുന്നവനല്ല, ദൈവം നമ്മെ നശിപ്പിച്ച് കളയുന്നവനല്ല.
പിന്നെയോ നമ്മുടെ വിലാപത്തെ മാറ്റി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും സ്തുതിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ, എസ്തേറിന്റെ പുസ്തകം 9-ാം അധ്യായം നാം പഠിക്കുമ്പോൾ, യഹൂദൻ വിലപിച്ച് രട്ടുടുത്ത് ദിനരാത്രങ്ങൾ ആമേൻ ഹല്ലേലൂയ കഴിഞ്ഞ അവസരങ്ങൾ ഉണ്ട്. എന്നാൽ തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം തൻ്റെ ജനത്തിൻ്റെ രട്ടഴിച്ച് അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുത്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ഹൃദയം തുറന്ന് മനസ്സ് തെളിഞ്ഞ് ദൈവത്തെ ആരാധിക്കുമെങ്കിൽ, ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ അവസ്ഥയ്ക്കും ഭേദം വരുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന പറയുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഏതെല്ലാം പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും, ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ആമേൻ, ഒരു നാളും ഉപേക്ഷിച്ച് കളയാത്തവനാണ് ദൈവം, ആണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഏതു വിലാപത്തെയും നൃത്തമാക്കി മാറ്റി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ നീ ഭാരപ്പെടരുത്, നീ വേദനപ്പെടരുത്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നമ്മുടെ വിലാപത്തെ മാറ്റുന്നവനായ ഒരു ദൈവം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഇവിടെ ഭക്തനായ ദാവീദ് ഇങ്ങനെയാണ് ഈ സങ്കീർത്തനം പാടി അവസാനിപ്പിക്കുന്നത്: ഞാൻ എന്നേക്കും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ 3 കാരണങ്ങൾ ഹല്ലേലൂയ ഞാൻ ഇന്ന് പറഞ്ഞു. 1, ദൈവം ദാവീദിനെ രക്ഷിച്ചു. 2, ദാവീദ് നിലവിളിച്ചപ്പോൾ ദൈവം അവന് സൗഖ്യം നൽകി. 3, തൻ്റെ വിലാപത്തെ മാറ്റി ജീവിതത്തിൽ സന്തോഷം നൽകി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദാവീദിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അവൻ നമ്മയും വിടുവിക്കുവാൻ ശക്തനാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ആമേൻ ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഇന്ന് പകൽക്കാലം സമർപ്പിക്കാം. എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ. പാപഭാരത്തിൽ നിന്നെ രക്ഷിച്ചോരു ദൈവത്തിനു സ്തോത്രം, ഇന്നുമെന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നുമെന്നേക്കും. രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന ദൈവത്തിനു സ്തോത്രം, ഇന്നുമെന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നുമെന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം വഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം, ഇന്നുമെന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നുമെന്നേക്കും. ഓരോ നാളും ഞങ്ങളുടെ ഭാരങ്ങൾ ചുമക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായിട്ട് സ്തോത്രം. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളുടെയും മധ്യേ കർത്താവെ, നിന്നെ സ്തുതിപ്പാൻ തക്കവണ്ണം, നിന്നെ ആരാധിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ തുടർന്നും സഹായിക്കണം. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും അവിടുത്തെ ആത്മാവിനാൽ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.